ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രേംകുമാർ എന്നാണ്. ആ, തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. RCMൽ വന്നിട്ട് ഇപ്പോൾ 4.5 വർഷമായി. ഞാനിപ്പോൾ സ്റ്റാർപ്പുകളാണ്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ടീമുണ്ട്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയും ടീമുണ്ട്. അതുപോലെ ഇപ്പോൾ ബോംബെയിലുണ്ട്, ഡൽഹിയിൽ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും ചെറുതായിട്ടാണെങ്കിലും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 4.5 വർഷം കൊണ്ട് ഒരു വലിയ വളർച്ചയാണെന്ന് പറയുന്നില്ല ഞാൻ. പക്ഷെ എന്നാലും നമുക്ക് 4.5 വർഷം കൊണ്ട് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ വളരാൻ പറ്റും. കാര്യം ഒരു ടെക്നിക്കൽ അച്ചീവർ അല്ലെങ്കിൽ ഒരു സ്റ്റാർപ്പുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. കാരണം 4.5 വർഷം കൊണ്ട് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഒരു സ്റ്റാർപ്പുകളിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കഴിഞ്ഞ എൻ്റെ ഇൻകം തന്നെ 85,000 രൂപയാണ്. അപ്പോൾ ഒരു സ്റ്റാർപ്പുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 85,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് 4.5 വർഷം കൊണ്ട് എത്താൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത് തന്നിട്ട് ഇരിക്കുകയാണ് ഞാൻ. കാരണം എന്തിനാണ്? നമ്മളിൽ ഓരോ ആളുകൾക്കും ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആളുകളും ഞാൻ RCMൽ വന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വരുന്നത് 2000-ലാണ്. RCM എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നതും 2000-ലാണ്. അപ്പം 2000-ൽ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ 2000-ൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വന്നിട്ട് ഇടക്കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വന്നിട്ട് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, ആ 2 വർഷം 3 വർഷം കൊണ്ട് തന്നെ ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കാനായിട്ടും ആ കമ്പനിയുടെ അവസാനത്തെ പോസ്റ്റ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോസ്റ്റ് ഇല്ല. അപ്പം അവസാനത്തെ പോസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുകയും കാർ അച്ചീവർ ആവാൻ പറ്റുകയും ഒക്കെ ചെയ്തതിന് ശേഷം 2005 2008 കാലഘട്ടത്തിൽ അപ്പോൾ കേരളത്തിലും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ടീമിനെ ഉണ്ടാക്കി. ആ ടീമിന്റെ വളർച്ച നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിക്കുള്ള ചലഞ്ച് വന്ന കാര്യങ്ങൾ നമ്മളിൽ പല ആളുകൾക്കും അറിയാം. ഇന്നും നമ്മൾ പലരോടും പോയി സംസാരിക്കുന്ന സമയത്ത് അന്നത്തെ ചലഞ്ച് വെച്ചിട്ട് പല ആളുകളും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആ ചലഞ്ച് വന്ന സമയത്ത് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ഇനി ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് മാറി നിന്ന ആളാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ച് അന്ന് നിയമം ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് നമുക്കത് മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പൊ ഇനി എന്തായിരുന്നാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിർത്തി മാറ്റി വെച്ചിട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പോയ ആളാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽ മാനുഫാക്ചറിംഗ് ഒരു യൂണിറ്റ് ഉണ്ട്. ഏതാണ്ട് 1990-ൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അവിടെ ഒരു 10-30 ജോലിക്കാരെ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ 2000-ൽ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ വന്ന് ഏതാണ്ട് 2005 2008 കാലഘട്ടത്തിൽ നമുക്ക് അതിനകത്ത് നിന്ന് പിന്മാറിയതിന് ശേഷം എറണാകുളത്ത് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് തുടങ്ങി. ഇവിടെ ഒരു വലിയൊരു മാളുണ്ട്, അബാദ് ഗ്രൂപ്പിന്റെ ഒരു മാളുണ്ട്. അവിടെ ഒരു ബിസിനസ് തുടങ്ങി. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് ഒരു 1.5 കോടി രൂപയോളം മുടക്കി ഒരു ബ്രാൻഡഡ് ഷോപ്പ് അവിടെ തുടങ്ങി. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പൊ ആ കോവിഡ് വന്ന സമയത്താണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്, നമ്മുടെ ഇൻകം നിന്നു എന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് ഒരു വരുമാനം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നെ RCMലേക്ക് കൊണ്ടെത്തിച്ചത്. ഈ വേദിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നാരായണേട്ടനുണ്ട്. നാരായണേട്ടൻ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരാള്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് RCMൽ വന്നത്. ഒരു ഗുരു തുല്യനാണ് നമ്മുടെ നാരായണേട്ടനായിക്കോട്ടെ, വേണുഗോപാലൻ സാറായിക്കോട്ടെ. ഇവരെല്ലാം നമുക്കൊരു ഗുരു തുല്യരായിട്ടുള്ള ആളുകളാണ്. ഇതിനകത്തിരിക്കുന്ന വിനോദ് സാറും എൻ്റെ ഗുരുതുല്യനാണ്. കാരണം ഞാൻ RCM തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കുറേ ആളുകളുടെ പ്രോഗ്രാമുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിരുന്നിപ്പോൾ സംസാരിക്കും പോലെ
ഒരു കുറേ പ്രോഗ്രാം യൂട്യൂബിൽ ധാരാളം അന്ന് കിട്ടുമായിരുന്നു. അപ്പൊ RCM എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ധാരാളം കണ്ട് 1ഉം 2ഉം 3ഉം പ്രോഗ്രാം ഒരു ദിവസം കണ്ട് പഠിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു 3 മാസത്തോളം എന്താണ് RCM എന്നറിയാനും, ഇതിനകത്ത് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനും, അവരൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും, അവരുടെ മുമ്പിൽ വന്ന ചലഞ്ചസ് ഒക്കെ എന്തായിരുന്നു എന്നും, ആ ചലഞ്ചസ് അവരെങ്ങനെയാണ് നേരിട്ടതെന്നും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരതി നടന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വന്ന ഒരാളാണ് വിനോദ് കുന്നമംഗലം. അപ്പൊ അന്നേ ഞാൻ വിനോദ് സാറിനെ എനിക്കറിയാം, വേണുഗോപാൽ സാറിനെ എനിക്കറിയാം, നാരായണേട്ടനെ എനിക്കറിയാം, ധാരാളം ആളുകളെ എനിക്കറിയാം. ഞാൻ പറയുന്ന പേരുകൾ ഈ ടീമിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഈ ടീമിലുള്ള ആളുകളുടെ കാര്യം മാത്രം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ RCMനെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് കാരണം എന്തെന്ന് വെച്ചെന്നാൽ, എന്നോട് ഒരാളും വന്ന് RCMൽ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞതല്ല. ഞാൻ RCMനെ തെരഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോയി RCMൽ ജോയിൻ ചെയ്ത ആളാണ്. കാരണം എന്താന്ന് വെച്ചെന്നാൽ, എനിക്കൊരു വരുമാനം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് വേണം. അപ്പൊ ഞാനിങ്ങനെ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നാലും പൈസ മുടക്കി ഇനി ബിസിനസ് ചെയ്യണ്ട എന്നെൻ്റെ മകന്റെ ഒരു ഉപദേശം. അച്ഛാ 60 വയസ്സായില്ലേ? അപ്പൊ 60 വയസ്സിലാണ്, 2020 എനിക്ക് 60 വയസ്സ്, ഇന്ന് എനിക്ക് 64.5 വയസ്സ്. അപ്പൊ 60 എൻ്റെ 60ാമത്തെ വയസ്സിൽ എൻ്റെ മകൻ പറയാണ്, ഇനി അച്ഛൻ പൈസ മുടക്കി ബിസിനസ് ഒന്നും തുടങ്ങണ്ട. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഇൻഡസ്ട്രി അടച്ചിട്ടിരിക്കുകയാണ്, എറണാകുളത്തുള്ള ബിസിനസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നാളെ നമ്മൾ എന്ത് ചെയ്തിരുന്നാലും, എത്ര പൈസ മുടക്കിയിരുന്നാലും ഇതുപോലുള്ള ചലഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ പൈസ മുടക്കി അടുത്ത ബിസിനസ് നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കിട്ടി നമുക്ക്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത്, നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ പവർ എന്താണെന്ന് എനിക്കറിയാം. അത് നല്ലതുപോലെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ് ആകുമെന്നും അറിയാം. പക്ഷേ നമ്മൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് പ്രത്യേകിച്ച് നിയമം ഇല്ലായിരുന്നു എങ്കിലും 2016 കാലഘട്ടമായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഇടപെടലോടുകൂടി നമുക്ക് പ്രത്യേകിച്ച് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി, അതിനെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് അത് ഇവിടെ പ്രാവർത്തികമാക്കി എന്ന് അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്തുകൂടാ? നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം, നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഒരു പൈസയും മുടക്കാതെ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? നമുക്കതിനുള്ള കഴിവുണ്ട്, നമുക്ക് സംസാരിക്കാൻ ഇപ്പോൾ പറ്റും, നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് പൈസ മുടക്കാതെയുള്ള ഈ ബിസിനസിന്റെ സാധ്യത ഇനി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലായിട്ടാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് വീണ്ടും, എൻ്റെ 2ാമത്തെ ജന്മമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ. ഞാൻ ആദ്യം ഒരു കമ്പനിയിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇത് 2ാമത്തെ കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വന്ന ചാലഞ്ച് 2-3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്തിരുന്ന കമ്പനിയിൽ 2-3 വർഷങ്ങൾ നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചലഞ്ച് വന്ന് കമ്പനി നിർത്തേണ്ട അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ സമയങ്ങളിൽ നമ്മൾക്ക് എന്തു പറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മുഴുവൻ ടീമുകളും നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ എഫേർട്ട് മുഴുവനും നഷ്ടപ്പെടുകയും നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നില്ല നമ്മൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പൊ നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല കമ്പനിയെ വേണം ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും നല്ല കമ്പനി ചൂസ് ചെയ്യണം. അപ്പൊ അത് കണ്ടുപിടിച്ചു, ഏറ്റവും നല്ല കമ്പനി ഏതാണ്. അപ്പോൾ ഏറ്റവും നല്ല കമ്പനി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഓണർഷിപ്പ് നമ്മൾ നോക്കണം. ഏറ്റവും നല്ല സ്ട്രോങ് കമ്പനിയാണോ എന്ന് നമ്മൾ നോക്കണം. അത് നിലനിൽക്കുന്ന കമ്പനിയാണോ എന്ന് നോക്കണം. അതിന്റെ പ്രോഡക്റ്റുകൾ നമ്മൾ നോക്കണം. ആ പ്രോഡക്റ്റുകൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കണം. ഞാൻ ഇങ്ങനെ ഇരുന്ന് മുഴുവൻ കാര്യങ്ങളും നോക്കി ഒരു 7-8 കമ്പനികളെ ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്ത് എടുത്തതിനെ ഞാൻ ഓരോ കമ്പനിയായിട്ട്
താരതമ്യം ചെയ്ത് അവസാനം 2-3 കമ്പനികളിലേക്ക് വന്നു നിന്നു. ആ 2-3 കമ്പനികളിലേക്ക് ആദ്യം മുതൽ വന്ന് ടിക്ക് ചെയ്ത് വന്നതിനകത്ത് അവസാനം വന്നതിനകത്ത് RCMഉം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം RCM എന്ന് പറയുന്ന ഒരു ബിസിനസ് ഇതിനകത്ത് വന്നതിന്റെ കൂട്ടത്തിൽ 2-3 കമ്പനികളും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു കമ്പനി മോഡി കെയർ ആണ്. ആ കമ്പനി ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിലുണ്ട്. എൻ്റെ കൂടെ ബിസിനസ് ചെയ്തിരുന്ന ആളുകളൊക്കെ അതിനകത്തുണ്ട്. അവർ നല്ല വരുമാനം ഇൻകം അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിയിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇതുപോലുള്ള 3-4 കമ്പനികളെയാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ആകെ അറിഞ്ഞുകൂടാത്ത ഒരു കമ്പനി എന്ന് പറയുന്നത് RCM മാത്രമാണ്. എന്നാൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ RCMന്റെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്ന് മാസം 2 ലക്ഷം രൂപ ഒക്കെ വരുമാനം വാങ്ങിച്ച് വലിയ പത്രാസിലൊക്കെ നടക്കുന്ന സമയത്ത് മല്ലിയും മുളകും വിൽക്കുന്ന ഒരു കമ്പനി നമുക്ക് ചെറുതായിരുന്നു. നമുക്കതൊരു നാണക്കേടായിരുന്നു, ഒരു മോശമായിരുന്നു. ഞാൻ തുറന്നു തന്നെ പറയുകയാണ്, നമ്മൾ ഇതിനകത്തിരിക്കുന്ന ആളുകൾ ഇതൊന്ന് അറിയണം. കാരണം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴേ നമുക്ക് മല്ലിയും മുളകും ഒക്കെ ചെറുതായിട്ട് തോന്നും. ഇതൊക്കെ ഇനി ചെയ്തിട്ട് എന്നാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ചലഞ്ചസ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവസാനം നിലനിന്നത് ഈ മല്ലിയും മുളകും ഉള്ള കമ്പനി ആയിരുന്നു എന്നുള്ളതാണ്. ഈ ചലഞ്ച് നടന്ന സമയങ്ങളിൽ മുഴുവനും ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താനും ഈ RCM എന്ന് പറയുന്ന മല്ലിയും മുളകും ഉള്ള കമ്പനി മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പല പ്രോഗ്രാമുകളും കണ്ട് അവസാനം ഞാൻ ചൂസ് ചെയ്തു RCM നമുക്ക് ചെയ്യാം. അതിന്റെ കാരണം എന്താന്ന് വെച്ചിരുന്നാല് RCMന്റെ പ്രോഡക്റ്റുകൾ മാത്രമല്ല, RCMന്റെ നമ്മുടെ ഈ വിലയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വലിയ വ്യത്യാസമാണ്. ഇന്നും നമ്മളിൽ എൻറോൾ ചെയ്ത് ഇതിനകത്തിരിക്കുന്ന പല ആളുകൾക്കും അതിന്റെ ഗൗരവമോ അതിന്റെ അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് നമ്മുടെ കമ്പനിക്കുടെ അഡ്വാൻറ്റേജുകൾ പല ആളുകൾക്കും ഇന്നും അറിഞ്ഞുകൂടാ. പല ആളുകളും മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങ് കളഞ്ഞിട്ട് പോവുകയാണ്. അത് നമുക്ക് നമ്മുടെ ആളുകളിലേക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പല ആളുകൾക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ സംഭവം എന്തെന്ന് വെച്ചിരുന്നാല്, നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മളെ കൂടെ ആരെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്ന് പറയുന്ന സമയത്താണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് തൊട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തല്ലേ, നമ്മുടെ ഒരു ബന്ധുവല്ലേ, അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ, അങ്ങനെയാണ് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നത്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരിക്കലും അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കരുതെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ സമൂഹത്തിൽ എവിടെയാണോ നിൽക്കുന്നത്, ആ സമൂഹത്തിൽ നമ്മൾ നിൽക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള ആളുകളായിരിക്കും നമ്മളുമായിട്ട് ബന്ധമുള്ള ആളുകൾ. അപ്പൊ 3 തരത്തിലുള്ള ആളുകൾ നമുക്ക് കാണുമായിരിക്കും അല്ലെ. ഒന്ന്, ഏറ്റവും താഴത്തെ ലെവലിൽ ജീവിക്കുന്ന ആളുകൾ, ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹൈ ലെവലിൽ താമസിക്കുന്ന ആളുകൾ, റിച്ച് ഫാമിലിയിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? അപ്പൊ എവിടെയാണ് നമ്മൾ മീഡിയമിലാണ് നിൽക്കുന്നതെങ്കിൽ മീഡിയം ലെവലുള്ള ആളുകളുമായിട്ടായിരിക്കും നമുക്ക് ബന്ധം ഉണ്ടാവുക, നമ്മൾ സഹകരിക്കുക. താഴത്തെ ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ ഉള്ള ആളുകളുമായിട്ടായിരിക്കും നമുക്ക് സമ്പർക്കം ഉണ്ടാവുക. എന്നാൽ റിച്ച് ഫാമിലിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ സമ്പർക്കം മുഴുവനും റിച്ച് ഫാമിലിയിലുള്ള ആളുകളുമായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിൽ ഏത് ഫാമിലിയാണ് വാങ്ങിക്കാൻ സാധ്യതയുള്ളത്? അപ്പൊ നമ്മളൊരു മീഡിയം ഫാമിലിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾക്കൊരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാനുള്ള കമ്പനിയിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ അത് ഒരിക്കലും മീഡിയം ലെവലിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനോ കൊടുക്കാനോ പറ്റില്ല. കാരണം അത് റിച്ച് ഫാമിലിയിൽ കൊടുക്കേണ്ട പ്രോഡക്റ്റ് ആണ്, അവരെ അത് വാങ്ങിക്കുള്ളൂ. അപ്പം റിച്ച് ഫാമിലി വാങ്ങിക്കുന്ന സാധനം നമ്മുടെ സമ്പർക്കത്തിലുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ എടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ നമ്മൾ മീഡിയം ലെവലിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ മീഡിയം ലെവലിലുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനി നമ്മൾ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് RCMന്റെ എല്ലാ പ്രോഡക്റ്റുകളും, അന്ന് ഞാൻ വരുമ്പോൾ തന്നെ ഏതാണ്ട് 4,000-ഓളം പ്രോഡക്റ്റ് അന്ന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം 4.5 വർഷത്തിന് മുമ്പല്ലേ ഞാൻ വന്നത്. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 4,000-ഓളം പ്രോഡക്ട്സ് അന്ന് തന്നെ ഉണ്ട്. ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടെല്ലാം മനസ്സിലാക്കിയ സമയത്ത്
മാർക്കറ്റിലുള്ള പ്രോഡക്റ്റിനേക്കാളും വിലയിൽ വളരെയധികം കുറവും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റിനേക്കാളും ക്വാളിറ്റി കൂടുതലും ഉള്ളതും ആണെന്ന് മനസ്സിലായപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വരികയും എന്നാൽ ഈ RCM ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ RCM ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ആരെ കൂടെ ജോയിൻ ചെയ്യണമെന്നുള്ളൊരു വലിയ വിഷയമായി എനിക്ക്. കാരണം എനിക്ക് ഇവരുടെ എല്ലാവരുടെയും പ്രോഗ്രാം കാണുമെങ്കിലും എനിക്ക് പലരുടെയും നമ്പറുകൾ എനിക്ക് കിട്ടാനൊരു വഴി ഉണ്ടായിരുന്നില്ല അന്ന്. ഞാൻ കുറേ ദിവസം എല്ലാവരുടെ പ്രോഗ്രാമും കാണുകയും അവരുടെയൊക്കെ നമ്പറുകൾ തപ്പുകയും ചെയ്തു. ഒരുപക്ഷെ വിനോദ് സാറിന്റെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ടീമിൽ ഇപ്പോൾ ഇരുന്നേനെ. അല്ലെങ്കിൽ നാരായണേട്ടന്റെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ ടീമിൽ ഇരുന്നേനെ. എനിക്ക് ഈ നമ്പർ കിട്ടാൻ വഴിയില്ല. കാരണം എനിക്ക് ഈ RCM ചെയ്യുന്ന എനിക്ക് എവിടെയെങ്കിലും പോയി ചേരാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്രോഗ്രാമുകൾ കാണുന്ന പല ലീഡേഴ്സിന്റെയും പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ട് ഇവരൊക്കെ കൊള്ളാം, ഇവരൊക്കെ കൊള്ളാം, ഇവരൊക്കെ നല്ല ലീഡേഴ്സാണ്, ഇവരെ കൂടെ നിന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും നമ്പർ കിട്ടാൻ ഒരു വഴിയില്ല. അവസാനം എനിക്ക് തോന്നി, എനിക്കറിയില്ല RCMനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് തോന്നി കേരളത്തിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആള് മൂർത്തി സാർ ആയിരിക്കാം. അത് ഞാനൊരു കുറേ പ്രോഗ്രാം കണ്ടപ്പോൾ പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അങ്ങനെയാണ് ഞാൻ മൂർത്തി സാറിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മകനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉണ്ടോ എന്ന് നീ നോക്കൂ. അപ്പൊ നോക്കി, ഉണ്ട്. അപ്പൊ ഒരു റിക്വസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് അയച്ചു തരാൻ. അപ്പൊ റിക്വസ്റ്റ് കൊടുത്തു. ഒരാഴ്ച കാത്തിരുന്നു, നോ റിപ്ലൈ. അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കാനാ എവിടെ സമയം? എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് മൂർത്തി സാറിന് അതുപോലും നോക്കാൻ സമയമില്ലാത്ത ഒരാളാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അദ്ദേഹം അതൊന്നും നോക്കിയില്ല, അദ്ദേഹം കണ്ടുമില്ല. പിന്നെ ഞാൻ വീണ്ടും 2-3 ദിവസം ഇരുന്ന് പല പ്രോഡക്റ്റുകളും കണ്ട സമയത്താണ് എനിക്ക് സുജിത് സാറിന്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ സുജിത് സാറിന്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ച് RCMനെ കുറിച്ച് അറിയണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ഞാൻ ആരാണെന്ന് പറയുകയും ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആണെന്നും പറഞ്ഞ് അങ്ങനെ എറണാകുളത്ത് ഞാൻ ഉള്ളത് കൊണ്ട് എറണാകുളത്തുള്ള ഹേമന്ത് സാർ എന്നിവിടെ താമസം ഉള്ളത് കൊണ്ട് ഹേമന്ത് സാറിനെ എനിക്ക് കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ ഹേമന്ത് സാർ എന്ത് ചെയ്തു? ഹേമന്ത് സാറിനെ കണക്ട് ചെയ്ത സമയത്ത് ഹേമന്ത് സാറിന്റെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളിനെയും കൂടി വിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്നേ, എൻ്റെ വീട്ടിൽ വന്നത്. എൻ്റെ വീട്ടിൽ വന്നു, RCMനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ RCMൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാനാണ് ചൂസ് ചെയ്യുന്നത് RCM ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ആരെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് അത് ഞാനാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ചൂസ് ചെയ്ത് ഞാൻ RCMൽ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ്സായി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആ സമയങ്ങളിൽ ഇന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക. എവിടെ വേണോ പോവാം, എന്ത് വേണോ ചെയ്യാം. ഒരു കൺട്രോളും ഇല്ല. ഞാൻ RCMൽ വരുന്നത് 2020 കോവിഡ് മൂത്തിരിക്കുന്ന സമയം. ഏത് വീട്ടിൽ ചെന്നിരുന്നാലും കാർ ഷെഡിലേ ഇരിക്കാൻ പറ്റൂ, മരത്തിന്റെ മൂട്ടിലേ ഇരിക്കാൻ പറ്റൂ, മാസ്ക് വെച്ചിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോയി സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ മുഖം ഒന്ന് കാണിക്കാൻ വേണ്ടി മാസ്ക് താഴ്ത്തി വെച്ചിട്ട് പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ആരാണെന്ന് അവർക്കൊന്ന് അറിയണ്ടേ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ RCM ചെയ്തു വന്ന ആളാണ്. ഏതാണ്ട് ആദ്യത്തെ മാസം തന്നെ ഏതാണ്ട് 304 രൂപയാണ് എനിക്ക് ഇൻകം കിട്ടിയ മാസം. രണ്ടാമത്തെ മാസം അത് 2800-ഉം മൂന്നാമത്തെ മാസം അത് 6700-ഉം അങ്ങനെ ഏതാണ്ട് ഏഴാമത്തെ മാസം സ്റ്റാർ പിൻ അച്ചീവർ അങ്ങനെ മുകളിലോട്ട് വളർന്നു വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. ഞാനിത് പറയുന്ന സമയത്തെ നമ്മുടെ ഈ ടീമിനകത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനകത്തിരിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. കാരണം ഇതൊന്നും നമ്മൾ RCMൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളല്ല. RCMൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ഞാൻ നാരായണേട്ടന്റെ കഥയെല്ലാം കേട്ട സമയത്ത് ഒരു ഗ്രാമത്തിനെ മുഴുവനും RCMന്റെ പ്രോഡക്റ്റ് തീറ്റിച്ച ആളാണ്. അപ്പോൾ ഒരു ഗ്രാമം മുഴുവനും RCMന്റെ പ്രോഡക്റ്റ് തീറ്റിക്കണമെങ്കിൽ എത്രമാത്രം എഫർട്ട് എടുത്തിട്ടുണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് പോലും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്രയും സ്ഥലങ്ങളിൽ ഇറങ്ങി പ്രോഡക്റ്റുകൾ കൊടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു ടീം. അങ്ങനെയാണല്ലോ വിനോദ് സാറൊക്കെ ഇതിനകത്ത് വന്നത്. അപ്പൊ ഞാൻ ഇറങ്ങിയ സമയത്ത് RCMന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് പ്രസന്റേഷൻ ചെയ്യണമെന്ന് നമുക്കറിയാം. കാര്യം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ RCMനെ കുറിച്ച് മാത്രം എനിക്കറിയില്ല. RCMന്റെ പ്രോഡക്റ്റുകൾ അപ്പം ഹേമന്ത് സാർ വന്ന് സംസാരിച്ച സമയത്ത് പ്രോഡക്റ്റിന്റെ കമ്പാരിസൺ പറഞ്ഞു തന്നു, പ്രോഡക്റ്റിന്റെ വിലയുടെ കമ്പാരിസൺ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്താണ് മോർ എന്ന് പറയുന്നൊരു കട. അപ്പൊ ഞാൻ മോറിൽ പോയി. ഈ ഹേമന്ത് സാർ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണോ എന്നറിയണമല്ലോ നമുക്ക്.
അപ്പോൾ മോറിൽ പോയിട്ട് പേസ്റ്റിൻ്റെ വില അറിയുന്നതിന് വേണ്ടിയിട്ട് ആ പേസ്റ്റ് എടുത്തു, അതിൻ്റെ ഫോട്ടോ എടുത്തു, കടയിലിരിക്കുന്ന സോപ്പുകളുടെ ഫോട്ടോ എടുത്തു, കടയിലിരിക്കുന്ന ആട്ടയുടെ ഫോട്ടോ എടുത്തു, ആ തേയിലയുടെ ഫോട്ടോ എടുത്തു. ഈ സാധനങ്ങളെല്ലാം എടുത്ത് അതെല്ലാം ഒരു ടൂളാക്കി ആദ്യം വെച്ചു ഞാൻ. അതൊക്കെ ആദ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുന്നത്. ആദ്യമായിട്ട് എന്നോട് പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ സഹായിക്കാൻ വന്നത് പ്രദീപേട്ടൻ, ഉദയംപേരൂർ പ്രദീപേട്ടനാണ്. പ്രദീപേട്ടൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ ഇറങ്ങിയത്. ക്രമേണ പ്രദീപേട്ടനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ വന്ന ആളുകളുടെ കൂടെ ഏതാണ്ട് 2 or 3 പ്രസന്റേഷൻ മാത്രമേ പ്രദീപേട്ടൻ്റെ പ്രസന്റേഷൻ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് പ്രസന്റേഷൻ ചെയ്ത് എൻ്റെ താഴെ ഉള്ള ആളിൻ്റെ കൂടെ പോയി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ പ്രവർത്തിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, രാവിലെ ഞാൻ എൻ്റെ താഴെ വന്ന ജോയിൻ ചെയ്ത ഒരാളിനെ വിളിക്കും. ആളിനെ വിളിച്ചിട്ട് പറയും, ഇന്ന് ഞാൻ ഫ്രീ ആണ്, ആരെങ്കിലും കാണാനുണ്ടോ? ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ചേട്ടാ നമുക്കൊരു 10 മണിക്ക് ഒരാളിനെ കാണാം. ആ 10 മണിക്ക് കാണാൻ പോകുന്ന ആളിൻ്റെ അടുത്ത് പോകും. അവിടെ ഇരുന്ന് സംസാരിക്കും. അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, അയാൾ നമ്മുടെ കൂടെ എൻറോൾ ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇനി ആരെയാ കാണാനുള്ളതെന്ന് ചോദിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അടുത്ത ആളിനെ കാണാൻ പോകുന്നു. പറ്റുമെങ്കിൽ രാത്രി 7 മണിക്ക് ശേഷം ആളിനെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ബിസിനസ് തുടങ്ങിയത് അന്ന് തൊട്ട് ഏതാണ്ട് മിനിമം 2 മീറ്റിംഗ് 2 ഫാമിലിയിൽ സംസാരിക്കാൻ പോകും, അല്ലെങ്കിൽ 3 ഫാമിലിയിൽ സംസാരിക്കാൻ പോകും. അങ്ങനെ സംസാരിക്കാൻ പോയി മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്ന പലരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ എത്ര എൻറോൾമെന്റ് നമ്മുടെ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്നു, എത്ര സ്ഥലങ്ങളിൽ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും ഈ രീതിയിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ പല ആളുകൾക്കും പല പിന്നുകളും എത്രയും പെട്ടെന്ന് ചാടി പോകാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം എൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, എവിടെ നിന്ന് വന്നു, ഏത് രീതിയിലാണ് ഞാൻ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഇവിടെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇതിനകത്ത് സെയിൽസിന്റെ ഉസ്താദ് ഗംഗാധരേട്ടൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്തിരിക്കുന്ന എന്താണ് ജയാ സിംഗ്, കുറെ ആളുകളൊക്കെ ഇതിനകത്ത് നല്ല ലീഡേഴ്സാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളുടെയും ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ പല ആളുകളുടെയും സിസ്റ്റം പല രീതിയിലാണ്. ആ വിനോദ് സാറിന്റെ ടീമിൽ ഏത് സിസ്റ്റമാണ് കൊടുക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ടീമിൽ കൊടുക്കുന്ന സിസ്റ്റം എന്താണ്, ഞാൻ എൻ്റെ ടീമിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ കാര്യം മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. എന്നാൽ പലതും നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ടീമിൽ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടീമിൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് തള്ളിക്കളയണം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രമേ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ നമ്മുടെ പല ആളുകളുടെയും, കാരണം എൻ്റെ വളർച്ചയ്ക്കൊക്കെ എൻ്റെ പല പല ലീഡേഴ്സിൻ്റെയും അനുഭവങ്ങൾ സഹായമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മളുമൊക്കെ പ്രവർത്തിച്ച് വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ചിലപ്പം ഉപയോഗം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ എടുക്കുക. ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നു, കാര്യം നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമുക്ക് എൻറോൾമെന്റ് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരാളിൻ്റെ ഇപ്പം ഞാൻ വിനോദ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ വിനോദ് സാറിന്റെ ടീമിൽ ധാരാളം എൻറോൾമെന്റ് ഭംഗിയായിട്ട് വരുന്ന ഒരു ടീമാണ്. എൻറോൾമെന്റ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല, കറക്റ്റായിട്ട് എൻറോൾമെന്റ് വരുന്നുണ്ട്. അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ നമുക്ക് എളുപ്പമാണ് എങ്കിൽ പിന്നെ നമ്മുടെ ടീം വളരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ മെമ്പർഷിപ്പിനെ നമുക്ക് ഉപയോഗമുള്ള രീതിയിലാക്കി എടുക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ലീഡർഷിപ്പിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോവില്ല. മറിച്ച് ലീഡേഴ്സിനെ നമ്മൾ സൃഷ്ടിക്കാതെ ഉള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്നും നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കണം.
അപ്പൊ അതുകൊണ്ട് ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്യുന്ന കാര്യം മാത്രം ഞാൻ ഇവിടെ പറയാം. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ടീമിൽ വരുന്ന ആളുകളിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പല ആളുകളും നമുക്ക് കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റിയുടെ അവസരത്തിന് നമ്മൾ വേണ്ട രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് അത് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് കേരളത്തിൽ, നല്ല അറിവുള്ള ആളുകളാണ്, നല്ല ക്ഷമയുള്ള ആളുകളാണ്, എല്ലാം നമ്മുടെ ആളുകളാണെങ്കിലും നമ്മളുടെ ഈ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ RCMന്റെ ബിസിനസ്സിനെ കുറിച്ച് അവർക്കറിയില്ല. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരു LKG കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ ഒരാളിനെ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാളിനെ എൻറോൾ ചെയ്യാനായിട്ട് നമ്മൾ പോയിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ആളിനെ ഏതെങ്കിലും നല്ല PUCയിൽ പറഞ്ഞു വിട്ട് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. മറിച്ച് ഏതെങ്കിലും PUCയിൽ നിങ്ങൾ ആളിനെ പറഞ്ഞു വിടുന്നതിന് പകരം നിങ്ങൾ കൂടെ പോയി പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുക, ഏത് ടീമിന് വേണ്ടിയിട്ടാണോ സംസാരിക്കാൻ പോയത്, ആ ടീമിന്റെ ലീഡർ ആളിനെ, പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളിനെ PUCയിൽ കൊണ്ടുപോയി തന്നെ പ്രോഡക്റ്റ് എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാര്യം തുടക്കം മുതൽ ഞാൻ ചെയ്തു വന്നിരുന്ന കാര്യമാണ്. നമ്മളൊരാളിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഏതെങ്കിലും ഒരു PUCയിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇവരവിടെ പോയിട്ട് എന്ത് പറ്റും, അവർ ഏതെങ്കിലും കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് വരും. മറിച്ച് നമ്മൾ പറയണം, ആ മെമ്പർഷിപ്പ് എടുക്കുകയല്ലേ, അപ്പൊ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യാം, നാളെ രാവിലെ നമുക്ക് എടുക്കാൻ പറ്റുമോ പ്രോഡക്റ്റ്, നാളെ രാവിലെ തടസ്സം എന്ന് പറയണേ, എന്നാൽ വൈകിട്ട് പോവാം, ഞാനും കൂടി വരാം, ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കൂടെ അവരെയും കൊണ്ടുപോയി നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. കാരണം ഞാൻ എൻറോൾ ചെയ്തിട്ട് ഷോപ്പിൽ പോയി പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഞാൻ കണ്ടത് മുഴുവനും ആട്ടയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഹെൽത്ത് കാർഡ് ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഞാൻ എടുത്തപ്പോൾ മുഴുവനും 3ഉം 4ഉം വീതം ഞാൻ എടുത്തു, മറ്റുള്ളവർക്ക് സാമ്പിളും കൂടെ കൊടുക്കാൻ വേണ്ടി എടുത്ത സമയത്ത് ഞാൻ പോയ PUC ഇവിടെ എറണാകുളത്ത് എടപ്പള്ളിയിൽ ഡോക്ടർ ശ്രീലാലിന്റെ അവിടെയാണ് ഞാൻ പോയത്, ആശാ മാഡത്തിന്റെ അവിടെയാണ് പോയത്. അവിടെ ഞാൻ ഈ ഓരോ പ്രോഡക്റ്റും എടുക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ആ PUC നടത്തുന്ന ആശാ മാഡം ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് മുഴുവനും എടുത്തിട്ട് വന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ വൈഫ് ചോദിച്ചു, രവി ഞാനിത് എടുത്തോട്ടെ. ഞാൻ നോക്കി, ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഇത് എന്താണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ ഈ സാധനം. അപ്പൊ ഡോക്ടർ ശ്രീലാൽ പറഞ്ഞു ഇത് ന്യൂട്രിചാർജ് വുമൺ ആണ്, ഇതിന് ഇന്ന ഗുണങ്ങൾ ഉള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എടുത്തോ. അപ്പോ എൻ്റെ ഭാര്യയ്ക്ക് ആ സാധനം വേണമെന്ന് തോന്നുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടല്ലേ അത് വേണമെന്ന് തോന്നിയത്. ഒരു പക്ഷേ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ വാങ്ങിക്കാതെ ബാക്കിയുള്ള പ്രോഡക്റ്റുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വന്നേനെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു PUCയിൽ എൻറോൾ ചെയ്യുന്ന ഒരാളിനെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് നമ്മുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈ ആട്ടയുടെ പ്രത്യേകത എന്താണ്, ഈ ആട്ട ഇന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുത്തിരിക്കുന്ന ആട്ടയാണ്, നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലിന് ഇന്ന പ്രത്യേകതകളുള്ള ഹെൽത്ത് കാർഡ് ഓയിലാണ്, ഇത്രയും സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്, ഇതിന് പാറ്റന്റ് ഉള്ളതാണ്, ഇത് നമുക്ക് പറഞ്ഞു. മാർക്കറ്റിൽ നമുക്ക് ഏതെങ്കിലും വെളിച്ചെണ്ണ ഇത്രയും സർട്ടിഫിക്കറ്റ് ഉള്ള എണ്ണ കിട്ടുമോ? നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും ഉള്ള എണ്ണ കിട്ടുമോ നമുക്ക് കടയിൽ? കിട്ടില്ലല്ലോ. ഇത് ഇത്രയും അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സർട്ടിഫിക്കറ്റ്. അപ്പൊ അവരെന്ത് ചെയ്യും, അതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് വയ്ക്കും. നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ടൊമാറ്റോ സോസ്, ഒരു കെമിക്കലും ഇല്ലാത്ത ഒറിജിനൽ നമ്മുടെ കെച്ചപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ഇരിക്കട്ടെ എന്നവർ വിചാരിക്കും.
നമ്മുടെ മാംഗോ ജ്യൂസ് ഒറിജിനൽ മാംഗോ സിറപ്പാണെന്നും അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെറുതെ ഒരു ഗ്ലാസ്സിൽ കാൽഭാഗം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് 2 ഐസും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റും. വേറെ ഒന്നും ചേർക്കണ്ട. അടിപൊളി സാധനമാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിരിക്കട്ടെ എന്നവർ വിചാരിക്കും. ഇങ്ങനെ നമ്മുടെ ഷോപ്പിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിന് ഏതാണ്ട് പ്രോഡക്റ്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യും. നമ്മൾ PUC ചെല്ലുന്ന സമയത്ത് ആ PUCയിലുള്ള ഓണറെടുത്ത് പറയണം, ഇതെൻ്റെ ഒരു പുതിയ ആളാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് ഇതാണ്, ഇദ്ദേഹം വരുമ്പോൾ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വിചാരിച്ചോ, നമ്മൾ വിളിച്ചുകൊണ്ട് പോയ ആളിനൊരു വില കിട്ടുകയാണ് അവിടെ. ആ വില അവർക്ക് അവിടെ കിട്ടും. ഇപ്പൊ PUCക്കാർ പറയും, അതിനെന്താ സാറേ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെന്താ മാഡം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും വീണ്ടും ആ കടയിൽ പോവാനായിട്ടൊരു തോന്നലുണ്ടാവും നമ്മുടെ പുതിയ ആളിന്. അപ്പൊ PUCയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ബില്ലടിച്ച് കഴിഞ്ഞാൽ ആ ബില്ലിനകത്ത് അവരുടെ പർച്ചേസ് വോളിയം എത്രയാണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. മാഡത്തിന് ഇത്ര രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, മാഡത്തിന്റെ ID നമ്പർ ഇതാണ്, മാഡത്തിന്റെ ഇത്ര പർച്ചേസ് വോളിയം വന്നിട്ടുണ്ട്. അപ്പൊ ഈ പർച്ചേസ് വോളിയത്തിന് പകരം മാഡത്തിന് ഫ്രീ പ്രോഡക്ട്സും കൂടെ കിട്ടാനുണ്ട്. അത് ഞാൻ പുറകെ പറഞ്ഞുതരാം. ആദ്യം ഈ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കൂ, എന്നിട്ട് ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവരെ അവിടെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി അവർ പ്രോഡക്റ്റ് ഉപയോഗിക്കും. ഇവിടെയാണ് നമുക്കൊരു ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ പലപ്പോഴും എൻറോൾ ചെയ്തിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ അവരെ പറഞ്ഞു വിടും. അവർക്ക് തോന്നുന്നത് പോയി വാങ്ങിക്കും, തോന്നുന്നത് പോയി വാങ്ങിച്ചിട്ട് അവരങ്ങ് പോകും. പിന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യില്ല, നമ്മൾ പിന്നെ അവരെ ശ്രദ്ധിക്കാനായിട്ട് പോകില്ല. എന്നാൽ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചുപയോഗിച്ച ആളുകളെ ഇനി 60% വർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരാളിനെ എൻറോൾ ചെയ്തു, അവരെ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തു. ഇനി അവർ ഒരാഴ്ച കൊണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യും, പ്രോഡക്റ്റ് ഉപയോഗിക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുന്ന സമയത്ത് ഈ എൻറോൾ ചെയ്യുന്ന ആളിന്റെ അടുത്ത് നമ്മളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ പുതിയ ആളുകളെ കണ്ടുപിടിക്കാൻ പോകുന്നതിലും നല്ലത് നിങ്ങളെ കൂടെ വന്ന ഒരാളിന്റെ കൂടെ അവരുടെ വീട്ടിൽ പോയിട്ട്, അവിടെ ഞാൻ ഇതുവഴി പോവായിരുന്നു, ഒന്ന് കയറിയതാണ്, എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ തേയിലയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നോക്കിയോ? നമ്മുടെ കായമൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാ പ്രോഡക്റ്റിനും നല്ല അഭിപ്രായം അവർ പറയും. കാരണം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് അത്രയും ഗ്യാരണ്ടിയാണ്. ഈ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിച്ചു എന്നും നല്ലതാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മാഡത്തിന് അന്ന് വാങ്ങിച്ചതിൽ ഒരു 1000 PV പർച്ചേസ് വോളിയം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് കാണിച്ചെന്നില്ലേ പർച്ചേസ് വോളിയം. മാഡത്തിന് ഒരു 120 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ തരാനുണ്ട്. ഫ്രീയും കൂടെ ഇനിയും കിട്ടും. അപ്പൊ ഇനിയും ഒരു 120 രൂപയുടെ പ്രോഡക്റ്റും കൂടെ മാഡത്തിന് കിട്ടാനുണ്ട്, അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ ഒരു അതിശയത്തിൽ ഇങ്ങനെ നിൽക്കും. 120 രൂപയുടെ പ്രോഡക്റ്റ് ഇനിയും കിട്ടുമോ? അപ്പൊ ഇത് പല ആളുകൾക്കും അറിയില്ല. നമ്മൾ അവിടെ ഇരുത്തി അവരുടെ ഫോൺ വാങ്ങിച്ച് അവരുടെ ഫോണിലേക്ക് RCMന്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യിപ്പിക്കണം. ഈ ഡൗൺലോഡ് നമ്മൾ ചെയ്യിപ്പിച്ചതിന് ശേഷം അവരുടെ ID വന്നിരിക്കുന്ന പർച്ചേസ് വോളിയം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരുടെ പർച്ചേസ് വോളിയം കാണിച്ചു കൊടുക്കുന്ന, ഇത് കണ്ടോ സാറേ, നിങ്ങൾക്ക് 1000-ഓളം PV, 1020 PV, അല്ലെങ്കിൽ 1050 PV, അല്ലെങ്കിൽ 1100 PV. അപ്പൊ 1000 PV, ആവറേജ് 1000 PV മാഡത്തിന് വന്നിട്ടുണ്ട്. ഈ 1000 PVയുടെ 120 രൂപയുടെ പ്രോഡക്റ്റ് മാഡത്തിന് തരാനായിട്ട്, അല്ലെങ്കിൽ സാറിന് തരാനായിട്ട് കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ 120 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്? അതിനൊരു മാനദണ്ഡമുണ്ട്. എന്തെന്ന് വെച്ചാൽ 6 മാസം തുടർച്ചയായിട്ട് നമ്മുടെ RCMന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഈ പ്രോഡക്റ്റ്. അപ്പം 6 മാസം തുടർച്ചയായിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളിന് ഈ 120 രൂപയുടെ പ്രോഡക്റ്റ് അല്ല കൊടുക്കുന്നത്, മറിച്ച് ഇപ്പം മാഡത്തിന് 1000 PV കൊണ്ട് 120ഓളം രൂപയുടെ പ്രോഡക്റ്റ് തരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ. ഇനി 2ാമത്തെ മാസത്തില് മാഡം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, നല്ല പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലായി, 1000ഓളം രൂപയുടെ ലാഭവും കിട്ടി. അപ്പോൾ ഇനി അടുത്ത മാസം സാധനം വാങ്ങിക്കുമ്പോൾ RCM നിന്നല്ലേ വാങ്ങിക്കുന്നത്. അപ്പം അടുത്ത മാസത്തില് ഒരു 1000 PVയുടെ പ്രോഡക്റ്റും കൂടെ വാങ്ങിച്ചാൽ അപ്പോഴും കിട്ടും 120 രൂപയുടെ പ്രോഡക്റ്റ്. അപ്പോ
കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിച്ച 120 രൂപയുടെ പ്രോഡക്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ 120 കൂടെ ആവുന്ന സമയത്ത് നമുക്ക് 240 രൂപയുടെ പ്രോഡക്റ്റ് മാഡത്തിന് തരാനായിട്ട് അപ്പോൾ ഉണ്ടാവും. ഞാൻ എന്തിനാ ഇങ്ങനെ പറയണെന്ന് അറിയാമോ? നമ്മള് പല ആളുകളെയും LKG പിള്ളേരെ പഠിപ്പിക്കും പോലെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. സത്യമാണ് ഞാൻ പറയുന്നത്. എന്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും മനസ്സിലാവത്തുമില്ല നമ്മുടെ പല ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയണം. കഴിഞ്ഞ മാസത്തിൽ 120 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ മാസം വാങ്ങിച്ചപ്പോൾ 120 രൂപയുടെ പ്രോഡക്റ്റ് വീണ്ടും നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പൊ 240 രൂപയുടെ പ്രോഡക്റ്റ് ആയി. ഇനി മൂന്നാമത്തെ മാസം വാങ്ങിക്കുന്ന സമയത്ത് 1000 PV ഉണ്ടെങ്കിൽ അപ്പൊ വീണ്ടും 120 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും. അപ്പം 390 രൂപയുടെ പ്രോഡക്റ്റ് ആയി. നാലാമത്തെ മാസത്തിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ ഈ 390 രൂപയുടെ പ്രോഡക്റ്റ് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് നാലാമത്തെ മാസവും 5ാമത്തെ മാസവും 6ാമത്തെ മാസവും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ ഏതാണ്ട് 6 മാസമാകുമ്പോൾ 6000 PV ഉണ്ടാവും. മൊത്തം 6 മാസം കൊണ്ട് എത്ര PVയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടോ അതിന്റെ മൊത്തം 120 12% 720 രൂപയുടെ പ്രോഡക്റ്റ് മാഡത്തിന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഈ 720 രൂപയുടെ പ്രോഡക്റ്റ് ഓരോ 6 മാസം കൂടുമ്പോഴും നമുക്ക് കിട്ടും. എല്ലാ 6 മാസം കൂടുമ്പോഴും നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, 10ഓ 30ഓ വർഷമായിട്ട് നമ്മൾ എത്ര പ്രോഡക്റ്റുകൾ നമ്മൾ പലരിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ആരെങ്കിലും നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഒരാളും നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് തന്നിട്ടില്ല. എന്നാൽ ഇവിടെ നമുക്ക് 6 മാസം തുടർച്ചയായി പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ഓരോ 6 മാസം കൂടുമ്പോഴും ആനുപാതികമായിട്ട് 6 മാസം വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് ആനുപാതികമായിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി മാഡത്തിന് വേണമെങ്കിൽ ഈ ഫ്രീ പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാം. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഫ്രീ പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാം. ഇപ്പം ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ ഒരു 15-ാം തീയതിയോ 16-ാം തീയതിയോ ആണെങ്കിൽ ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ നമ്മുടെ വീട്ടിൽ വീണ്ടും കുറച്ച് പ്രോഡക്റ്റ് വേണം. അങ്ങനെ വീണ്ടും കുറച്ച് പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ RCMൽ പോയിട്ട് RCMന്റെ ഷോപ്പിൽ പോയിട്ട് അവിടെ ഉള്ള പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇനി ഒരു 1000 PVയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ 1000 PVയും കൂടെ ഇതിന്റെ കൂടെ കൂടും. അപ്പൊ ഈ മാസം തന്നെ 2000 PV ആയാൽ ഈ മാസം തന്നെ ഏതാണ്ട് നമുക്ക് 240 രൂപയുടെ പ്രോഡക്റ്റ് ഈ മാസം തന്നെ നമുക്ക് തരാനായിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളിന് നമ്മുടെ തേയില ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർ ആ തേയില വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തേയില അവരുപയോഗിക്കുകയും അതിന്റെ പർച്ചേസ് വോളിയം നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് PV കൂട്ടാം. നമ്മുടെ ബന്ധുവിന് നമ്മൾ RCMലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ അവര് പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും അതിന്റെ PVയും നമുക്ക് കിട്ടുകയും അതിൻ്റെയും പ്രോഡക്റ്റ് നമുക്ക് PV നമുക്ക് കിട്ടുകയും അങ്ങനെ ആ PVക്കും നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ നമുക്ക് 5000 PV നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല, സാധിച്ചാൽ 5000 PVക്ക് നമുക്ക് 833 രൂപയുടെ പ്രോഡക്റ്റ് ഈ മാസം തന്നെ മാഡത്തിന് തരാനായിട്ട് കമ്പനി മാറ്റിവെക്കും. അപ്പൊ 5000 PVയുടെ പ്രോഡക്റ്റ് 833 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ കിട്ടുകയും ചെയ്യും. മാഡത്തിന് ഒരു 100 രൂപ കമ്പനി ബോണസ് ആയിട്ട് അയച്ചു തരികയും ചെയ്യും. അന്ന് തൊട്ട് കമ്പനി മാഡത്തിന് പൈസ തന്നു തുടങ്ങും. ഇത് നമുക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത മാസവും 5000 PV ചെയ്യുകയാണെങ്കിൽ അപ്പോഴും കിട്ടും 833 രൂപയുടെ പ്രോഡക്റ്റ്. മൂന്നാമത്തെ മാസം നമ്മൾ 5000 PV ചെയ്യുകയാണെങ്കിൽ അപ്പോഴും കിട്ടും 833 രൂപയുടെ പ്രോഡക്റ്റ്. 6 മാസം 5000 PV വെച്ച് നമ്മൾ ചെയ്താൽ 6 മാസം കഴിയുമ്പോൾ 5000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതൊരു വലിയ കാര്യമാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളിനെ എൻറോൾ ചെയ്ത് നമ്മൾ കളയുന്നതിന് പകരം ആ എൻറോൾ ചെയ്ത ആളിന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത് പർച്ചേസ് വോളിയത്തിന്റെ വില നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വില അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പർച്ചേസ് വോളിയം കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമേ അവർ വാങ്ങിക്കുകയുള്ളൂ. ആ പർച്ചേസ് വോളിയം മാക്സിമം അവർ കൂട്ടാനുള്ള ശ്രമം അവർ നടത്തും. 6 മാസം അവർ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന്റെ ഇടയിൽ 1 മാസം പോലും പ്രോഡക്റ്റ് വാങ്ങിക്കാതെ ഇരിക്കത്തില്ല. കാരണം പ്രോഡക്റ്റ് വാങ്ങിക്കാതിരുന്നാൽ ഈ പ്രോഡക്റ്റ് ഫ്രീ കിട്ടുന്നത് കിട്ടൂല എന്ന് നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായി.
മാക്സിമം പ്രോഡക്റ്റ് ഓരോ മാസവും വാങ്ങിച്ചുകൊണ്ട് പർച്ചേസ് വോളിയത്തിനെ കൂട്ടാനുള്ള ശ്രമത്തിലും അവർ ശ്രമിക്കും. അപ്പം 5000 PV വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നു എന്നുള്ളതാണ്. 5000 PV ചെയ്യുന്ന ഒരാൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് 5000 PV ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇവരെ പറ്റിയാൽ അവർക്ക് കമ്പനിയിൽ നിന്ന് ഒരു ഇൻകം വന്നു തുടങ്ങും. ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നതിനെ കുറിച്ചിട്ട് അവർ ബോധവാന്മാരാവും. പർച്ചേസ് വോളിയത്തിന്റെ മൂല്യം അവർക്ക് മനസ്സിലാവും. മാക്സിമം പർച്ചേസ് വോളിയം അവർക്ക് വേണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളിന് പർച്ചേസ് വോളിയത്തിന്റെ മൂല്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് പ്രോഡക്റ്റ് കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ടീമിൽ നോക്കിക്കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് 500 PVക്കും 200 PVക്കും 150 PVക്കും പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന ധാരാളം ആളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉള്ള ഓരോ ആളുകളെയും നിങ്ങൾക്ക് പോയി ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ? 180 PVക്ക് വാങ്ങിക്കുന്ന ആള് 350 PVക്ക് വാങ്ങിക്കുന്ന ഒരാളിന്റെ വീട്ടിൽ നിങ്ങൾ പോയിട്ട് എന്തുകൊണ്ടാണ് RCMന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ മാത്രം വാങ്ങിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോയിരുന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? 3 എൻറോൾമെന്റ് നിങ്ങൾ എടുക്കുന്നതിലും എത്രയോ ഗുണമാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ഒരാള് ചെറിയ പ്രോഡക്റ്റിന് വാങ്ങിക്കുന്ന ഒരാളിനെ നിങ്ങൾ പോയി ഇരുന്നൊന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ മൂല്യം നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അവര് RCMന്റെ പ്രോഡക്റ്റ് മുഴുവനും വാങ്ങിക്കുന്ന ആളായിട്ട് അവർ മാറും. നമ്മൾ എപ്പോഴും നോക്കുന്നത് പുതിയ പുതിയ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നടക്കുകയാണ്. അത് തെറ്റാണ്. പുതിയ ആളുകളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നടക്കുക അല്ല വേണ്ടത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളുകളെ ലീഡേഴ്സാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവർക്ക് ഇൻകം വരാനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്താൽ അയാളുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അയാളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അയാളുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അയാൾക്ക് ടീം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ 10 പേരുടെ പുറകെ പോകുന്നതിലും ഭേദം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരാളിനെ, ഇപ്പൊ ഇതിനകത്ത് തുടക്കക്കാരാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരാളിനെ നിങ്ങൾ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരാളിന്റെ കൂടെ മാത്രം ഒന്ന് നിന്നേ. നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയ എവിടെയും നിങ്ങൾക്ക് പോവേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ഒരാളിന്റെ കാണേണ്ട ആളുകളെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഒരാളിനെ സഹായിക്കാനാണ് പോകുന്നത്. നിങ്ങൾ വേറൊരാളിന് വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആ വേറൊരാളിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. വേറൊരാളിനെ സഹായിക്കാൻ, വേറൊരാളിന്റെ ടീം ഉണ്ടാക്കാൻ, അങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്. മറിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് സ്വാർത്ഥത വരും. അവിടെ എങ്ങനെയെങ്കിലും എൻറോൾ ചെയ്തെടുക്കണം, എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള സ്വാർത്ഥത നമുക്ക് വരും. മറ്റത് അങ്ങനെയല്ല. ഒരാളിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ടീമിനെ വളർത്താൻ വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുപ്പിക്കുക, അയാളെ കൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അയാൾക്ക് വേണ്ടി അയാളുടെ കൂടെ നമ്മൾ കാണാൻ പോവുക. നമ്മൾ ഒരു സ്ഥലത്ത് ഹോം മീറ്റിംഗ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം വിനോദ് സാർ ഉണ്ടാവും, അല്ലെങ്കിൽ അമൃത്ലാൽ സാർ ഉണ്ടാവും, ജയ സിംഗ് സാർ ഉണ്ടാവും. അവൻ ഇതുപോലുള്ള ആളുകളെ വിളിച്ച് നിങ്ങളൊരു ഹോം മീറ്റിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ വരാനും നിങ്ങൾ നടത്തുന്ന 10ഓ 20ഓ ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 5ഓ ആളുകൾക്ക് വേണ്ടിയിട്ട് ഹോം മീറ്റിംഗ് നടത്താനും അവരെയൊക്കെ കൺവീൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റും. ഇവർ ഭംഗിയായിട്ട് വന്ന് കൺവീൻസ് ചെയ്യും. ഇവർക്ക് പിറ്റേ ദിവസം അവിടെ പോകാൻ പറ്റില്ല. ഇവർക്ക് പിറ്റേ ദിവസം അവരെ പോയി കാണാനും പറ്റില്ല. ആരാണോ മീറ്റിംഗ് നടത്തിയത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇവർ വലിയൊരു എഫർട്ട് ഇട്ട് നിങ്ങൾ വിളിച്ചിരുത്തിയ ആളുകളെ മുഴുവനും കൺവീൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രയും ആളുകളെ പിറ്റേ ദിവസം മുതൽ അവരുടെ വീടുകളിൽ പോവാനും കാര്യങ്ങൾ മനസ്സിലായല്ലോ, അപ്പൊ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവരെ ക്ലോസ് ചെയ്ത് എടുക്കാനും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇനി വിനോദ് കുന്നമംഗലം സാറല്ല, ഇനി മൂർത്തി സാറ് നിങ്ങളുടെ കൂടെ വന്ന് പ്രവർത്തിക്കാൻ വന്നിട്ടും കാര്യമൊന്നുമില്ല. കാര്യമുണ്ടോ? നിങ്ങളൊരു 50 പേരെ വിളിച്ചിരുത്തിയിരിക്കുകയാണ്, പുതിയ ആളുകളെ വിളിച്ചിരുത്തിക്കുകയാണ്. മൂർത്തി സാറ് വന്നു, ഇതിന്റെ സാധ്യത എല്ലാം പറഞ്ഞു കൊടുത്തു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോയി. നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടുക? എന്തെങ്കിലും ഗുണം കിട്ടുമോ? അപ്പൊ നമ്മുടെ ലീഡേഴ്സിനെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീറ്റിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ ചായയും മറ്റു കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ കൂടെ കൊണ്ടു നടന്ന് സംസാരിക്കുന്ന ആളിന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കാതിരിക്കുക.
ഇരുന്ന് കേൾക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ചായയും വടയും ഒക്കെ ആയിട്ട് അതിന്റെ ഇടയിൽ നടക്കാതെ, ഒന്നുകിൽ നിങ്ങൾ മീറ്റിംഗിന് മുമ്പ് നിങ്ങൾ ചായയും വടയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിരുത്തുക. അതല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് ചായയും വടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നമ്മൾ എല്ലാവരുടെയും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് അവരെയൊക്കെ വിടുന്ന സമയത്ത് നമുക്ക് നാളെ കാണാം കേട്ടോ എന്ന് പറഞ്ഞ് വേണം നിങ്ങൾ ഓരോ ആളുകളെയും വിടാൻ. അതിനകത്ത് കൺവീൻസ് ആയ ആളുകളെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ചുവരിൽ ചേർത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. അവരുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് വെക്കാം. ഞാൻ നാളെ വരാം, നമുക്ക് നാളെ കാണാം, നാളെ രാവിലെ കാണുമോ? അപ്പോൾ നാളെ എപ്പോൾ കാണും? നാളെ രാവിലെ കാണുമോ? നാളെ ഉച്ചയ്ക്ക് കാണുമോ? നാളെ വൈകിട്ട് കാണുമോ? അപ്പോൾ മീറ്റിങ്ങിന് വന്ന ആളുകളെ നമുക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ആ എഫേർട്ട് എടുക്കണം. ഒരിക്കലും വിനോദ് കുന്നമംഗലത്തിന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളുടെ വീട്ടിൽ ഹോം മീറ്റിങ്ങിന് വന്ന ആളിനെ എൻറോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ പ്രേംകുമാറിന് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അമൃതലാലിനോ നാരായണേട്ടനോ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ കൺവിൻസ് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറെ ആളുകളെ റെഡിയാക്കി തരാനായിട്ട് പറ്റും. ആ റെഡിയാക്കി തരുന്നയാളെ ഫിനിഷ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്താൽ നമുക്ക് എന്താവും? നമുക്ക് റോ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ കിട്ടും. റോ മെറ്റീരിയൽസിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻറോൾ ചെയ്യുന്ന സമയത്ത് വണ്ടർവേൾഡ് ക്വിക്കിൽ നമ്മൾ അവരെ കൊണ്ടുപോയി എൻറോൾ ചെയ്യാനും വണ്ടർവേൾഡ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാനും ആ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്തിരുന്ന ആളിന്റെ വീട്ടിൽ നമുക്ക് പോയി ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പോഴേ പർച്ചേസ് വോളിയത്തിന്റെയും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചുള്ള ഗുണത്തിനെ കുറിച്ചിട്ടും അതിന്റെ ലാഭത്തിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മിനിമം 5000 PV ഈ മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, മിനിമം 5000 PV നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലെന്ന് ഞാൻ പറയുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ആദ്യത്തെ മാസത്തിൽ 5000 PV നമ്മൾ അവരെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അടുത്ത മാസം നിങ്ങൾക്ക് അവരുടെ അടുത്ത് പ്രോഡക്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ആ പ്രോഡക്റ്റ് നല്ലതായിരുന്നു ചേച്ചി. ചേച്ചി ആ ഹെൽത്ത് കാർഡ് ഓയിൽ അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു, ഈ പ്രോഡക്റ്റ് നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിനക്ക് എനിക്കുള്ളതുപോലെ ഒരു ഐഡി ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. അപ്പൊ എന്നിട്ട് ഇത് എവിടുന്ന കിട്ടണേന്ന് ഞാൻ പറഞ്ഞു തരാം. വാ, ഞാൻ തന്നെ നിനക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചു തരാം, ആ കട ഞാൻ പരിചയപ്പെടുത്തി തരാം, അപ്പൊ നിനക്കൊരു ഐഡി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞാൽ 2000-ഓ 3000-ഓ പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന ആള് നമ്മുടെ കൂടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. നമ്മുടെ കസ്റ്റമറാക്കി നിങ്ങൾ എന്നും വെച്ച് കളയരുത് അവരെ. കാരണം നിങ്ങൾ കസ്റ്റമറാക്കി അവരെ വെച്ചിരുന്നാൽ 1 മാസം 2 മാസം 3 മാസം 5 മാസം നിങ്ങൾ അവരെ കസ്റ്റമറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ അളിയനോ ചേട്ടത്തിയോ നാത്തൂനോ ആരെങ്കിലും എവിടെന്നെങ്കിലും വന്ന് അവരെ എന്ത് ചെയ്യും? എൻറോൾ ചെയ്ത് കൊണ്ടുപോകും. ഒരു സംശയവും വേണ്ട. അവരാരെങ്കിലും വന്ന് ചേച്ചി ഞാൻ ആർസിഎമ്മിന്റെ കാര്യം പറയാമെന്നാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാ. എന്നിട്ട് ചേച്ചി മെമ്പറാണോ? മെമ്പറൊന്നും അല്ല. എത്ര രൂപയ്ക്കാ സാധനം തരുന്നത്? ഇത്ര രൂപയ്ക്കാ സാധനം തരുന്നത്. അപ്പൊ ചേച്ചിക്ക് ഫ്രീ പ്രോഡക്റ്റ് ഒന്നും കിട്ടൂലല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഞാനൊരു വഴി പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾ എന്ത് ചെയ്യും? നമ്മുടെ 6 മാസത്തെ 8 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ എഫേർട്ട് വല്ലവരും കൊണ്ടുപോകും. പിന്നെ ആജീവനാന്തം ആ ആളിൻ്റെ നിന്നോ ആ ഫാമിലിയുടെ നിന്നോ ഒരു നയാ പൈസ നമുക്ക് കിട്ടുന്ന അവസരം ഉണ്ടാവില്ല. അത് വേറെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നിരന്തരം പ്രോഡക്റ്റ് കൊടുക്കുന്ന ആളിനെ അവരുടെ അടുത്ത് നമ്മൾ പറയണം, ഒരു ഐഡി വേണമെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വില കുറച്ച് പ്രോഡക്റ്റ് കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ കട കാണിച്ചു തരാം, ഒരുമിച്ച് പോയിട്ട് നമുക്ക് വാങ്ങിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടും. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മെമ്പർഷിപ്പിലോട്ട് കഴിയുന്നതും നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. മെമ്പർഷിപ്പിലോട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. PUCയിൽ നമ്മൾ കൊണ്ടുപോകണം, അത് പഠിപ്പിക്കണം, തിരിച്ച് PV എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നത് പറഞ്ഞു കൊടുക്കണം. ഈ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പർച്ചേസ് വോളിയത്തിന്റെയും ബാങ്കിലേക്ക് ഇൻകം വരുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിനോദ് സാർ എവിടെയെങ്കിലും ഒരു സെമിനാർ വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ കേരള സൂമിന്റെ എവിടെയെങ്കിലും നല്ല സെമിനാർ വയ്ക്കും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ആലോചിച്ച് വെച്ചോ, നിങ്ങളൊരു ഹോം മീറ്റിങ്ങിന് പോയി ഇരുന്ന് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടേ സംസാരിക്കാൻ പറ്റൂ. പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കസ്റ്റമറുടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളിന്റെ ലാഭത്തിനെ കുറിച്ചിട്ടേ സംസാരിക്കാൻ പറ്റൂ. അവർക്ക് കിട്ടുന്ന ഫ്രീ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടേ നമുക്ക് സംസാരിക്കാനായി പറ്റുള്ളൂ. എന്നാൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ആളിനെ ഒരു സെമിനാറിൽ നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തുകയോ പുതിയ 5 പേരെ നമ്മൾ ഒരു സെമിനാറിൽ കൊണ്ടുവന്ന് ഇരുത്തുകയോ ചെയ്താൽ നമുക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് അറിയാമോ?
അവിടെ കിട്ടുന്നത് ഡയറക്റ്റ് ബിസിനസ്സാണ്, ഡയറക്റ്റ് കിട്ടുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ പ്രോഡക്റ്റിന്റെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു അവസരമാണ് അവർക്ക് സെമിനാറിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നമ്മളൊരു ഹോം മീറ്റിംഗിൽ പറയുമ്പോൾ നമ്മൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് നമുക്ക് പലപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്നാൽ മറ്റു സ്ഥലത്ത് അങ്ങനെയല്ല. സെമിനാറിൽ നമ്മൾ ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് അവർ ബിസിനസ്സിലോട്ട് വരും. 100-200 രൂപ ടിക്കറ്റ് വെച്ച് സെമിനാറുകൾ നടത്തുന്ന സ്ഥലത്ത് നമുക്ക് RCMൽ വന്നാൽ ആകെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാ? നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ RCMൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരേ സ്ഥലത്തേ ഉള്ളൂ. എന്താണ്? നമ്മുടെ 3-4-5 ആളുകളെ, അല്ലെങ്കിൽ 8-10 ആളുകളെ നമ്മൾ ഈ ബിസിനസ് നടക്കുന്ന സെമിനാറിൽ കൊണ്ടുവന്ന് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പം ബിസിനസ്സിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന സമയത്തും നിങ്ങൾക്ക് അവരുടെ അടുത്ത് വിളിക്കുമ്പോഴും ഒരു ബിസിനസ് സെമിനാർ ഉണ്ട്, വാ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പറയാം, നമുക്ക് ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഇന്നൊരു ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു പൈസ പോലും മുടക്കാതെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന് അതൊന്ന് കേട്ടു നോക്കൂ. ആ കേട്ടതിന് ശേഷം നിനക്ക് പറ്റുന്നതാണോ എന്ന് നോക്കൂ. പറ്റിയില്ലെങ്കിൽ വിട്ടേരെ, പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞാൽ അവന് 2-3 സ്ഥലത്ത്, ഒന്ന്, 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്ന് അവന് മനസ്സിലാവും. 2, വന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിൽ വിട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് അവന് ജാമ്യത്തിൽ പോകാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വരും. അങ്ങനെ ഒരു 10 പേരെ നിങ്ങൾക്ക് സെമിനാറിന് കയറ്റാനുള്ള പൈസ, 100 രൂപ ടിക്കറ്റ് ആണെങ്കിൽ 1000 രൂപ നിങ്ങൾ അവർക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി ചെലവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, 10 പേരെ നിങ്ങൾക്ക് സെമിനാറിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ 3-4-5 പേരെ ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കിട്ടും. പിറ്റേ ദിവസം അവരുടെ അടുത്തിരുന്ന് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നും പ്രോഡക്റ്റ് എന്താണെന്നും ഈ പ്രോഡക്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്നും ഇതിന്റെ വിലയൊക്കെ ഇത്രയേ ഉള്ളൂ എന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈസി ആയിട്ട് അവരെ നമുക്ക് ടീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ സെമിനാറിന് നമ്മൾ ഇങ്ങനെ വേണം ഉപയോഗിക്കേണ്ടത്. സെമിനാറിന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയ ആളുകളെ കൊണ്ട് പൈസ മുടക്കിക്കരുത്. ആർക്കാണോ ടീമിന് ആവശ്യമുള്ള ആൾക്കാര് അവര് അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ആളുകളെ അതിനകത്ത്. ഞാൻ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. 10 മണി വരെയാണ് നമ്മുടെ മീറ്റിങ്ങിന്റെ ടൈം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മോശമാണ് പല ആളുകളുടെയും. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങള്, ഞാൻ എൻ്റെ ടീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, ഞാൻ എൻ്റെ ടീമിൽ ചെയ്തിട്ട് സക്സസ് ആയി വന്ന കാര്യങ്ങള്, എൻ്റെ ടീമിൽ മാക്സിമം ഞാൻ ചെയ്യുന്നത് സിസ്റ്റമാണ്, ഡയമണ്ട് ക്ലബ്ബാണ്. നമ്മുടെ താഴെ 8-10 ആളുകൾ വരുമ്പോൾ അതിനകത്തുനിന്ന് 1-2 ആളുകളെ നമ്മുടെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ വാളിന്റെ പ്രസന്റേഷൻ ആണ്. അതുവഴി ഡയമണ്ട് ക്ലബ്ബ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡയമണ്ട് ക്ലബ്ബ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ എന്താണെന്ന് അറിയാമോ? 2 വാക്കിൽ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക. ബാക്കി ഒരു 3-4 ആളുകൾക്ക് കൊടുത്താൽ തീരാനുള്ള പ്രോഡക്റ്റേ ഉള്ളൂ 5000 PVയുടെ പ്രോഡക്റ്റ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുക. മറ്റ് 2-3 ആളുകൾക്ക്, അല്ലെങ്കിൽ 3-4 ആളുകൾക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റേ ഉള്ളൂ 5000 PVയുടെ പ്രോഡക്റ്റ്. ഇത് നമുക്ക് നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു വലിയ ബാലികേറാ മലയായിട്ട് നിങ്ങൾ കൊടുക്കരുത്. 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ഡിസ്പ്ലേ വാള് കിട്ടും. അല്ല, വെറും 3 മാസത്തെ പ്രോഡക്റ്റ്, 3 മാസം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനം വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധമായ പ്രോഡക്റ്റ് ഉണ്ടാവും. ഏത് സമയവും നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാവും. വീട്ടിൽ സോപ്പ് ഇല്ലാതിരിക്കില്ല, വീട്ടിൽ തേയിലയ്ക്ക് മുട്ട് വരില്ല, വീട്ടിൽ ഉപ്പിന് തടസ്സം വരില്ല, എണ്ണ ഇല്ലാതിരിക്കില്ല. എപ്പോഴും സമൃദ്ധമായ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ 3 മാസത്തെ പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേ വാൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് റെഗുലർ ആയിട്ട്, അടുത്ത മാസത്തേക്ക് പ്രോഡക്റ്റ് വേണം, നമ്മുടെ കടയിൽ നിന്ന് എടുക്കണം. അതിന്റെ MRP നമ്മൾ ബോക്സിലേക്ക് മാറ്റിയിടണം. പിന്നെ ഒരു 3-4 ആളുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ 3 മാസത്തെ പ്രോഡക്റ്റ് തീരും. അപ്പോഴത്തേക്കും നമുക്കൊരു 2000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ്. അപ്പം റീറ്റെയിൽ പ്രോഫിറ്റ് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ MRP കൊടുത്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇവിടെ നമ്മൾ DPക്കാണ് വാങ്ങിക്കണേ. അപ്പോൾ
ഈ MRP കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ ലാഭമാണ്. 2000 രൂപ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. 5000 PV നമ്മുടെ സ്വന്തം പേരിൽ അടിക്കുന്നത് കൊണ്ട് നമുക്ക് 833 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ കിട്ടും. പ്ലസ് നമുക്ക് 100 രൂപ നമ്മുടെ ബാങ്കിലേക്ക് ഇൻകം വരും. ഒരു മാസത്തിൽ നമുക്ക് 2000 പ്ലസ് 833 പ്ലസ് 100 2933 രൂപ നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ വാൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പ്രസന്റേഷൻ നമ്മൾ ചെയ്തു കൊടുത്ത് ഒരു 8-10 പേര് ജോയിൻ ചെയ്യുമ്പോൾ 2-3 മാസം കൊണ്ട് നിങ്ങൾ അതിനകത്തുനിന്ന് 1-2 ആളുകളെ വീതം നമ്മുടെ സിസ്റ്റം ചെയ്യുന്ന ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറ്റി നിങ്ങൾ കൊണ്ടുവന്നാൽ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളുടെ സിസ്റ്റം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. ആ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 10-ാം തീയതിയോട് കൂടിയൊക്കെ നമ്മുടെ മിനിമം ഗ്യാരണ്ടി ആയിട്ടുള്ള ബിസിനസ് വരും. ആര് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നാലും 2-3 മാസം കൊണ്ട് അവരെ സിസ്റ്റം ചെയ്യുന്ന ആളുകളിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ 10 പേര് നമ്മുടെ കൂടെ സിസ്റ്റം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഉണ്ടെങ്കിൽ ഒരു 10-ാം തീയതി ആവുന്ന സമയത്ത് 10 പേര് 50,000 PV നമ്മുടെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഗ്യാരണ്ടീഡ് ബിസിനസ് ആവും. അടുത്ത നമ്മൾ 2-3 മാസം കൊണ്ട് നമ്മൾ ക്രമേണ ശ്രമിച്ചാൽ ഈ 10 എന്നുള്ളതിനെ 15 പേരാക്കാൻ പറ്റും. ആ 15 ഇൻറ്റു 5000 PV അപ്പൊ നമ്മുടെ 75,000 PVയിലോട്ട് നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നല്ല ബിസിനസ് നമുക്ക് വലിയ കുറവേ വരില്ല നമ്മുടെ ബിസിനസ്സിൽ. സെയിൽസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മുടെ സെയിൽസിൽ നമ്മുടെ ബിസിനസ്സിൽ വലിയ കയറ്റവും വലിയ ഇറക്കവും വരുന്നത്. സിസ്റ്റത്തിനെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരത്തില്ല. വരാതെ തന്നെ നിങ്ങളുടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പിൻ ലെവലുകളെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സമയം 10:13 അപ്പോൾ ഇന്ന് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത്രയും സമയമായതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഉപയോഗിക്കുക. പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമാണ് തോന്നുമെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞേക്കാം. എടുക്കാൻ പറ്റുന്ന എടുത്തും കൊണ്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ഇന്നത്തെ പ്രോഗ്രാം വിളിച്ച വിനോദ് സാറിനും അതുപോലെ തന്നെ ഗുരുതുല്യനായ നമ്മുടെ വേണുഗോപാല സാറിനും നാരായണേട്ടനും ഗംഗാധരേട്ടനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.